രഞ്ജിതയുടെ സുഹൃത്ത് സംഗീതയാണ് നമ്മോടൊപ്പം ഉള്ളത്. സംഗീതയുടെ വീട് രഞ്ജിതയുടെ പുല്ലാട്ടെ വീടിന് സമീപത്ത് തന്നെയാണ്. ഒപ്പം സംഗീതയുടെ അമ്മ ശോഭനയും നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഏറ്റവും ഒടുവിൽ എന്നാണ് കണ്ടത്? ഒടുവിൽ ഒരു 2 മാസം മുമ്പാണ് കണ്ടത്. പിന്നെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചു. അവിടുത്തെ ജോലി പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. UK കാലാവസ്ഥ പിടിക്കുന്നില്ലായിരുന്നു അല്ലേ? എന്താണ് പറഞ്ഞിരുന്നത്? കാലിന് ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പാണ്, അത് പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്നൊക്കെയുള്ള. നാട്ടിൽ തന്നെ ഇവിടെ വന്ന സർക്കാർ സർവീസിൽ തിരികെ ചേരണമെന്ന് തന്നെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊച്ചുകുട്ടികളാണല്ലോ ഉള്ളത്, അവരുടെ കൂടെ നിൽക്കണം, അമ്മയെ നോക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അതെ, മോൻ 10th പഠിക്കുന്നത്, മോള് 7th. പിന്നെ അമ്മയ്ക്കും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കണം, നാട്ടിൽ വന്ന് ഇവിടെ ജോലിക്ക് കയറണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നൊരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ആ വീടൊക്കെ കണ്ടു. അതിനെപ്പറ്റിയൊക്കെ പറയുമായിരുന്നു. ആളെപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ഒരു ദുഃഖം നിറഞ്ഞ മുഖമായിട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. പന്തളത്താണ് നഴ്സിംഗ് പഠിച്ചത് അല്ലേ? പന്തളത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നെ ഒരു 8-9 വർഷം ഖത്തറിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് UK പോയത്. സർക്കാർ സർവീസിൽ അന്ന് ജോലി കിട്ടിയപ്പോൾ അന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ് അന്ന് നല്ല സന്തോഷമായിരിക്കുമല്ലോ സർക്കാർ സർവീസിൽ ജോലി കിട്ടിയപ്പോൾ? അത് അന്ന് അവൾ പുറത്തായിരുന്നു. അങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ലോങ് ലീവ് എടുത്തിട്ടാണ് പിന്നെയും ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വീണ്ടും വന്ന് ജോലിക്ക് കയറണം എന്നുള്ള ഒരു ഇതാണ്. കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ജോലി കിട്ടിയാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാം എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. ഇന്നലെ അവരുടെ അമ്മയൊക്കെ കണ്ടിരുന്നല്ലോ, അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിരുന്നല്ലോ, അവരോട് സംസാരിച്ചു അല്ലേ? ഞാൻ സംസാരിച്ചില്ല. ഞാൻ കുറച്ച് രാത്രിയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് കണ്ടത്. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളൊരു പറ്റി. സംഗീതയുടെ അമ്മ ശോഭനയും നമ്മുടെ ഇപ്പം ഉണ്ട്. അമ്മയ്ക്കും നല്ല പരിചയമുള്ളൊരു കുട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടില്ല. ഒരു മരണമായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയി. പക്ഷേ ഈ നാടിന് മുഴുവൻ പ്രിയപ്പെട്ട കുട്ടിയാണ്. എന്ത് ചെയ്യാനാ? അറിഞ്ഞപ്പോൾ മനസ്സിന് ശരിക്കും ഒരു വിങ്ങൽ, ഒരു വേദന തോന്നി. കാണുമ്പോൾ നമുക്ക് മനസ്സ് പറഞ്ഞു പോവുക. ഈ ഭവനത്തിൽ വന്നിട്ടുണ്ടോ? ഇവിടെ എപ്പോഴും വരുന്ന ആളായിരുന്നു. അമ്മയും വരും, അവിടെ രഞ്ജിതയുടെ അമ്മയും വരും. പിന്നെ കുഞ്ഞുങ്ങൾ, മോള് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ട്യൂഷന് പോകുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായം അവളെ പറ്റി. കാരണം അവിടെ സ്വന്തമായുള്ള അധ്വാനം, സാമർഥ്യം കൊണ്ടാണ് ഇത്രയും അവൾ കെട്ടിപ്പടുത്തത്. വീട് നമ്മൾ കണ്ടു, നല്ലൊരു വീട്. തകർന്നു പോകും നമ്മൾ. പണി നടക്കുകയായിരുന്നു അല്ലേ വീടിന്റെ? അവിടെ സ്വന്തം പ്രയത്നം കൊണ്ട്. എപ്പോഴത്തേക്ക് കയറി താമസം നടത്താനായിരുന്നു കരുതിയിരുന്നത്? അടുത്ത മാസം. അതിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? ഓണത്തിന് കയറി താമസം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിന് മുമ്പ് കാണുമെന്ന് പറഞ്ഞു. അവിടെ വരെ ഓണം വരെ പോകത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അതിനകത്തോട്ട് താമസിക്കണമെന്ന്. എല്ലാവരും ബന്ധുക്കളെയും മുറ്റവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു വേദന തന്നെ. മൊത്തം ഈ പുല്ലാട് മൊത്തം നല്ല എല്ലാവർക്കും മനസ്സ് തകർന്നിരിക്കുക. രഞ്ജിതയുടെ വലിയ ആഗ്രഹമായിരുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറുക എന്നുള്ള. അടുത്ത ഓണത്തിന് മുമ്പ് വീടിൻ്റെ കയറി താമസം നടത്താം എന്നാണ് രഞ്ജിത മനസ്സിൽ കരുതിയിരുന്നത്. ഇതുപോലെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ അവരുടെ അമ്മമാരുമൊക്കെ രഞ്ജിതയുമായി നല്ല അടുപ്പമുള്ള ആളുകൾ തന്നെയായിരുന്നു. ഈ ഒരു വിയോഗം എന്നുള്ളത് അവരെ സംബന്ധിച്ചും തീരാ നഷ്ടം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.